കണ്ണൂർ പരിയാരം വില്ലേജ് ഓഫീസിന് മുറ്റത്തുള്ള ഉപയോഗശൂന്യമായ കുടിവെള്ള ടാങ്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. വർഷങ്ങൾക്ക് പഴക്കമുള്ള ടാങ്ക് ഇപ്പോൾ തുരുമ്പിച്ച് നാട്ടുകാരുടെ സഞ്ചാരത്തെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് വില്ലേജ് ഓഫീസ് പരിസരത്ത് നിലകൊള്ളുന്നത്. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാട്ടർ ടാങ്ക് നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പരിയാരം വില്ലേജ് ഓഫീസിൽ കയറുമ്പോൾ ആദ്യം നമ്മളെ വരവേൽക്കുന്നത് ഒരു പടുകൂറ്റൻ കുടിവെള്ള ടാങ്കാണ്. കാലപ്പഴക്കം കൊണ്ട് തന്നെ ടാങ്ക് ഇപ്പോൾ തുരുമ്പിച്ച നിലയിലും. വർഷങ്ങളായി ആർക്കും ഉപയോഗമില്ലാത്ത ടാങ്ക് നീക്കം ചെയ്യാൻ വില്ലേജ് ജനകീയ സമിതിയിൽ നിരവധി തവണ ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ കാര്യമായ നടപടി ഒന്നും ഉണ്ടായില്ല. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ റവന്യൂ വകുപ്പ് ടാങ്ക് ലേലം ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും വൻതുക നിശ്ചയിച്ചതോടെ ലേലത്തിനെത്തിയവർ പിന്മാറി. ഇപ്പോൾ ആർക്കും വേണ്ടാതെ ടാങ്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസിന് മുമ്പിൽ തന്നെ നിലകൊള്ളുന്നു. ഉപയോഗശൂന്യമായ മഴവെള്ള ടാങ്ക് ഇവിടെ വെക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന നിരവധി ആളുകൾക്ക് നമ്മുടെ വില്ലേജ് ഓഫീസിലേക്ക് വരുന്ന നിരവധി ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാനോ അതിന് മുമ്പിൽ നിൽക്കാനോ വേണ്ടി കഴിയാത്ത അതുമാത്രമല്ല അതിൻ്റെ അടിഭാഗം ദ്രവിച്ച് ഇഴജന്തുക്കളും പാമ്പുകളും ഇഴഞ്ഞു കയറി ഒരു ഭീകരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ അതിനകത്തുള്ളത്. നിരവധി ഇഴജന്തുക്കളാണ് അതിനകത്ത് കൂടുകെട്ടി താമസിക്കുന്നത്. ധൈര്യസമേതം അതിനടുത്തേക്ക് പോകാൻ പോലും ഭയപ്പാടുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. ഈ സമീപത്ത് നിൽക്കാൻ പോലും കുട്ടികളൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ പാമ്പുകൾ പോലെയുള്ള ജീവികൾ അതിനകത്ത് പെറ്റ് പെരുകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. സ്ഥലപരിമിതിയുള്ള പരിയാരം വില്ലേജ് ഓഫീസിൽ ജീവനക്കാർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ പോലും ഈ തുരുമ്പിച്ച കുടിവെള്ള ടാങ്ക് മൂലം സാധിക്കുന്നില്ല. മഴക്കാലമായതോടെ വമ്പൻ ടാങ്കിൽ വെള്ളം നിറഞ്ഞ് കൊതുക് പെരുകുകയും ചെയ്തു. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ടാങ്ക് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നുമാണ് ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും ആവശ്യം. ജനം, കണ്ണൂർ.